അപ്പോൾ എങ്ങനെയാണ് അള്ളാഹു നമുക്ക് നിശ്ചയിച്ച ഈ ഒരു ദാമ്പത്യ രംഗത്ത് നമുക്ക് എങ്ങനെയൊക്കെ സുരക്ഷിതമായ രൂപത്തിൽ ഒരു സന്തോഷകരമായി മുന്നോട്ട് പോകാൻ പറ്റുമെന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അടുത്ത ഒരു ആയത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മൾ പൊതുവെ പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ പരിശോധിക്കുമ്പോൾ അവരാരും വിവാഹ രംഗത്ത് വരാൻ താല്പര്യം കാണിക്കുന്നില്ല. വിവാഹം എന്നുള്ളത് എന്തോ അടിപിടിയും എന്തൊക്കെ പ്രശ്നങ്ങളാണ്, വലിയ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവാഹത്തിലേക്ക് വരാതിരിക്കുന്ന ഒരു സാഹചര്യം പൊതുവെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇസ്ലാം എങ്ങനെയാണ് ഭർത്താക്കന്മാർക്കിടയിലുള്ള ആ ഒരു ബന്ധത്തെ നിരീക്ഷിക്കുന്നത്, ഇസ്ലാമികമായ അത്തരം കാര്യങ്ങളിലെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് അത് ഉണ്ടാക്കുവാനുള്ള കാരണമായി അള്ളാഹ് പറഞ്ഞത് ലിതസ്കുനു ഇലൈഹ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. അല്ലേ, നമ്മളൊക്കെ നമ്മളെ നിക്കാഹിന്റെ ആ ഒരു ഖുതുബയിൽ കേട്ട ആയത്തായിരിക്കും ഇത്, സൂറത്ത് റൂമിലെ 21-ാമത്തെ ആയത്ത്. അപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഇണയെ സൃഷ്ടിച്ചു, അത് ആ ഇണയിലേക്ക് സെക്കൻഡ് ഉണ്ടാവാനാണ്, അതുപോലെ നിങ്ങൾക്കിടയിൽ സ്നേഹവും ഒരു ഇഷ്ടവും ഉണ്ടാവാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ആ സ്നേഹവും ആ ഒരു മവദ്ദത്തും ഒക്കെ ഉണ്ടാവാനുള്ള ചില നിർദ്ദേശങ്ങളുണ്ട്. ഒന്നാമത്തേത് നമ്മളെ ഭാര്യാഭർത്തൃ ബന്ധം എന്നത് അള്ളാഹുവിനെ സാക്ഷിയാക്കിയുള്ള ഒരു ബന്ധമാണെന്നുള്ളത് നമ്മൾ ഉൾക്കൊള്ളണം. അത് ഭാര്യാഭർത്തൃ ബന്ധം ഏതെങ്കിലും ഒരു കൂട്ടുകെട്ട് പോലെയൊന്നല്ല, മറിച്ച് എന്താണ്, അതൊരു ഇബാദത്താണ്. കാരണം അള്ളാഹുവിന്റെ പേരിലാണ് നമുക്കറിയാതിരുന്ന അല്ലെങ്കിൽ ഒരു പെണ്ണിനെ നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. മീസാക്കൻ ഒലിയില, ശക്തമായ ഒരു കരാറ് എന്നാണ് വിവാഹബന്ധത്തെ കുറിച്ചൊക്കെ ആ ഒരു അഖദിനെ കുറിച്ച് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അസ്ലിഹുൻ നിയ്യത്ത, വിവാഹബന്ധത്തിലാകുമ്പോൾ നമ്മൾ നിയ്യത്ത് നമുക്ക് ഉണ്ടാവണം. ഒന്ന് ഇഫത്ത്, ഒരു ഇണയായ ഞാൻ എന്ത് ചെയ്യും, ഇഫത്ത് കാത്തു സൂക്ഷിക്കും. അതുപോലെ ബിനാഉ ബൈത്തിൻ സോലിഹിൻ, ഒരു നല്ല ഒരു കുടുംബം വാർത്തെടുക്കാൻ വേണ്ടിയാണ് എൻ്റെ ഈ ഒരു ദാമ്പത്യ ബന്ധം. നല്ല ഒരു സമൂഹത്തെ, നല്ല മക്കളെ വളർത്തിയെടുക്കാനാണ് ഞാൻ വിവാഹം കഴിക്കുന്നത് എന്ന ഉദ്ദേശത്തോടു കൂടിയാവണം ആ ഒരു ബന്ധമുണ്ടാവേണ്ടത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, അവിടെ സമാധാനം ഉണ്ടാവും, അതിൽ ബറക്കത്തുണ്ടാവും, ഒരു മാനസികമായ ഒരു റാഹത്ത് അതുകൊണ്ടുണ്ടാവുന്നില്ല. പിന്നെ ദാമ്പത്യ ബന്ധം നല്ല രൂപത്തിലാക്കാനുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നല്ല വാക്ക് പറയാം, ഭാര്യക്ക് ഭർത്താവിനും ഇടയിൽ അൽ കെലിമ അത്വയ്യിബ, നല്ല വാക്ക് പറയൽ എന്താണ്, സ്വതക്കയാണ്. അപ്പോൾ നമ്മൾ നല്ലത് കണ്ടാൽ എന്ത് ചെയ്യണം, അവരെ പ്രോത്സാഹിപ്പിക്കണം. അല്ല എന്തെങ്കിലും ഗുണങ്ങൾ ചെയ്ത ജസാക്കല്ലാ, അതുപോലുള്ള പ്രയോഗങ്ങൾ. അങ്ങനെ ഒരു ഭാര്യക്കും ഭർത്താവിനും ഇടയിൽ നല്ല ഒരു സംസാരങ്ങൾ, സ്നേഹങ്ങൾ കൈമാറുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാവണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയെ വിളിച്ചിരുന്നത്, ആയിഷ എന്നുള്ള ഫുൾ നെയിം അല്ല വിളിച്ചിരുന്നത്, ആയിഷ് എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്, ഒരു സ്നേഹത്തോടെ. അപ്പോൾ നമ്മൾ ഭാര്യമാർ തിരിച്ചൊക്കെ അവർക്കിടയിൽ ഉള്ള ഒരു സ്പേസിൽ വെച്ച് എന്ത് ചെയ്യണം, അത്തരത്തിലുള്ള സംസാരങ്ങളും സ്നേഹപ്രകടനങ്ങളൊക്കെ ഉണ്ടാവണം എന്നുള്ള. അപ്പൊ നല്ല രൂപത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാകുമ്പോഴെന്ത് ചെയ്യുള്ളൂ, ഒരു ഇർത്തിബാത്തു അന്നഫ്സി, മാനസികമായ ഒരു അടുപ്പം അവർക്കിടയിൽ ഉണ്ടാവുള്ളൂ. മൂന്നാമത്തെ ഒരു ഗുണമായി പറയുന്നത് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോട് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുവാനുള്ള ഒരു സമയം നമ്മൾ കാണണം. വളരെ രസകരമായ ഒരു ഹദീസ് കാണാം. ഈ ഹദീസ് തന്നെ 3 പേജുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ കുറച്ച് മദീന കാലഘട്ടത്തിൽ പ്രവാചകൻ വളരെ തിരക്കിലായ സമയമാണ്. കാരണം ഒരു രാജ്യത്തിന്റെ രാജാവാണ്. അതുപോലെ പള്ളിയിൽ വരുന്ന ആളുകൾക്കുള്ള ക്ലാസ് എടുത്തു കൊണ്ടിരിക്കുന്നു. പിന്നീട് മതപരമായ വിഷയങ്ങൾ, തർക്കം വരുന്ന ആളുകൾക്കിടയിൽ തർക്കങ്ങൾ തീർത്തു കൊടുക്കുന്നു. അതുപോലെ സക്കാത്ത് സംഭരിക്കാനും അതുമായി ബന്ധപ്പെട്ട അതിന്റെ കണക്കുകളും മറ്റൊക്കെ കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ തുടങ്ങിയിട്ട് ആ പള്ളിയിൽ ഭക്ഷണത്തിന് വകയില്ലാതെ കിടക്കുന്ന ആളുകളുടെ ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന, അങ്ങനെ ഇതൊക്കെ ഈ പണികളൊക്കെ ചെയ്തു കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ഒരു ദിവസം രാത്രി ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ഒരു കഥ പറയാണ്. ആ കഥ പറഞ്ഞാല് 3 പേജ് ഉണ്ട് അതിന്റെ ഹദീസ്. 11 സ്ത്രീകളുടെ കഥ ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് പറഞ്ഞു കൊടുക്കുമ്പോ നബി പറഞ്ഞില്ല ആയിഷനോട്, ഞാൻ കുഴങ്ങിയിട്ടുണ്ട്, വേഗം നിർത്ത്, പിന്നെ പറയാം, അതൊന്നും പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കഥ ഇങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കേട്ട് അതിങ്ങനെ ഉൾക്കൊണ്ട് ആ കഥ ഇങ്ങനെ പറയുമ്പോ
തിരിച്ച് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കുറെ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ഭാര്യ പറയുന്നത് കേൾക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമയം കണ്ടിരുന്നു എന്നുള്ള. അപ്പോ ഇതിനുള്ളൊരു സമയം നമ്മൾ എന്ത് ചെയ്യണം, കാണണം എന്നുള്ള. പ്രത്യേകിച്ച് നമ്മളെ ഗൾഫിലെ ജീവിതം മറ്റൊക്കെ ആകുമ്പോൾ അല്ലെ, നമ്മളിങ്ങനെ ഒരു സ്ഥിരമായ ഒരു ശൈലി ആയിരിക്കും. രാവിലെ ഇത്ര മണിക്ക് നീക്കുന്നു, 10 കുളിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെ. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മളെ ഭാര്യയുമായി അല്ലെങ്കിൽ ഭർത്താവുമായൊക്കെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും സംസാരിക്കുവാനും ഒക്കെയുള്ള ഒരു സമയം നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് അവർക്കിടയിൽ മബദ്ധത്ത് വർദ്ധിക്കുക, പരസ്പരം തഫാഹും അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക. അതുപോലെ ദാമ്പത്യ ബന്ധത്തിൽ വേണ്ട ഒന്നാണ് റഹ്മത്ത് വേണം. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്. വിവാഹത്തെ കുറിച്ച് പറഞ്ഞ ശേഷം പറഞ്ഞ പ്രയോഗമാണ് നല്ല രൂപത്തിൽ നിങ്ങൾ അവരുടെ കൂടെ പൊറുക്കണം, അവരുടെ കൂടെ ജീവിക്കണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഫ്റുഖു മുഅ്മിനുൻ മുഅ്മിനത, ഒരു വിശ്വാസി എന്ത് ചെയ്യൂല, വിശ്വാസിനിയായ ഒരു ഭാര്യയോട് അതിക്രമം പ്രവർത്തിക്കുകയില്ല, അവളെ ആക്ഷേപിക്കുകയില്ല. ഇൻ കരിഹ മിൻഹ ഖുൽഖൻ, സ്വന്തം ഭാര്യയിൽ എന്തെങ്കിലും വെറുപ്പുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിലും റളിയ മിൻഹ ആഖർ, അവളിൽ നിന്ന് തൃപ്തിപ്പെടാൻ പറ്റിയ വേറൊരു നല്ല ഗുണം അവൾക്കുണ്ടാകും. അതുകൊണ്ട് ഭാര്യമാരോട് അത്തരത്തിൽ അവരെ ആക്ഷേപിക്കരുത് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം നമുക്കറിയാലോ, ലാ യൂജദ് ഇൻസാൻ കാമിലുൻ, 100% എല്ലാ നിലക്കും ശരിയായ ഒരു മനുഷ്യൻ നമുക്ക് കാണാൻ കഴിയൂല എന്നുള്ള. അതുകൊണ്ട് തന്നെ തആഫുലു മിൻ അസ്റാറി നജാഹി സവാജ്, വിവാഹ ജീവിതത്തിന്റെ വിജയത്തിന്റെ രഹസ്യമാണ് വിട്ടുകൊടുക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടാൽ അത് എന്ത് ചെയ്യുക, അത് പിടിച്ച് തൂങ്ങാതെ പിന്നെ തർക്കത്തിലേക്കൊക്കെ അങ്ങനെ മാറിപ്പോവാതെ അതൊക്കെ ഒന്ന് വിട്ടുകൊടുക്കുക എന്നത്. കുറെ അനുഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്ന് അബ്യറു അനിൽ ഹുബ്ബി ബിൽ അഫ്ആൽ, സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കണം എന്നുള്ള. കുറച്ച് വയസ്സായ ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടികൾക്ക് ഉമ്മ കൊടുക്കുന്നത് കണ്ടപ്പോൾ അയാൾ ആകെ അത്ഭുതപ്പെട്ടു പോയി. നിങ്ങളെ കുട്ടികൾക്ക് ഉമ്മ കൊടുക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ കുറിച്ച് പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ കാരുണ്യം അള്ളാഹു ഇട്ട് തന്നിട്ടില്ല എന്നാണ്. അപ്പോ ഒരു കാരുണ്യത്തിന്റെ ഒരു അടയാളമാണ് അത്തരം പ്രകടനങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ സ്നേഹം എന്ത് ചെയ്യണം, നമ്മൾ പ്രകടിപ്പിക്കണം എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോടൊക്കെ, അപ്പോ ആയിഷയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരിൽ കുറച്ച് പ്രായം കുറഞ്ഞ ഭാര്യ നമുക്കറിയാലോ. അപ്പൊ ആയിഷയോടൊക്കെ യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ തിരിച്ചു വരുമ്പോ സമയത്തൊക്കെ നബിയും ആയിഷയും ഓട്ട മത്സരം നടത്താറുണ്ടായിരുന്നു. അപ്പോൾ ഒരു തവണ എന്ത് ചെയ്യും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജയിക്കും, രണ്ടാമത്തെ തവണ പ്രവാചകൻ എന്ത് ചെയ്യും, ഒന്ന് തോറ്റു കൊടുക്കും. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ജയിച്ചൊരു സന്തോഷമൊക്കെ പ്രകടിപ്പിക്കും. അങ്ങനെ ഭാര്യയോട് മത്സരിക്കാറുണ്ടായിരുന്നു. അതുപോലെ ഭാര്യ കുടിച്ചൊരു പാത്രം, ആ ഭാര്യ കുടിച്ച ഭാഗത്തുനിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കുമായിരുന്നു എന്നുള്ള. അതോടെ അങ്ങനെ തുടങ്ങിയിട്ട് അങ്ങനെ സ്നേഹത്തിന്റെ പ്രകടനങ്ങൾ, ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ തുടങ്ങിയിട്ട് അവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചതായി കാണാം. അതോടൊപ്പം ഹദിയ കൊടുക്കുക, സ്നേഹബന്ധം ഉണ്ടാവാനുള്ള ഒന്നാണ് ഗിഫ്റ്റുകൾ കൊടുക്കുക എന്നുള്ളത്. വലിയ എന്തോ ഗിഫ്റ്റ് ആവണമെന്നില്ല, പക്ഷെ അതുകൊണ്ടൊക്കെ വലിയ ഇഷ്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നില്ല. കണ്ടുമുട്ടുമ്പോൾ തന്നെ ഒരു പുഞ്ചിരിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ സ്വീകരിക്കുക, അതാണല്ലോ സോലിയത്തായ പെണ്ണിന്റെ ഗുണം പറഞ്ഞെടുത്ത് ഇതാ നളർത്ത ഇലൈഹ സർറത്തുക്കാന്നാണ്. നീ അവളിലേക്ക് നോക്കിയാൽ തന്നെ നിനക്കൊരു സന്തോഷം ഉണ്ടാവണം. അതോടൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു അല്ലെ. ഒരു ഭർത്താവ് നമ്മളെ വീട്ടിലിങ്ങനെ ഇരിക്കുക, പെണ്ണുങ്ങൾ ഇങ്ങനെ അജുണ്ടാക്കി കൊണ്ടുവരും, വൈകുന്നേരമായി ചായ വെറ്റ, അങ്ങനെ ആയിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ ഭാര്യമാരുടെ കൂടെ ഇരുന്ന് കറി ഉണ്ടാക്കാറുണ്ടായിരുന്നു, വീട്ടിലെ കാര്യങ്ങൾ സഹായിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണാം. അപ്പൊ അങ്ങനെ തുടങ്ങിയിട്ട് അപ്പൊ അവരുടെ ജീവിതത്തിലെ ഭാരമൊക്കെ കുറക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രവർത്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹാദു തഹാബു, നിങ്ങൾ എന്ത് ചെയ്യണം, ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ കൊടുക്കണം. അത് നിങ്ങൾക്കിടയിൽ ഒരു സ്നേഹം ഉണ്ടാക്കാൻ കാരണമാകുന്നതാണ്. നമ്മളിപ്പോ ഇത് പറയുമ്പോഴും കഴിഞ്ഞ വർഷമൊക്കെ ഹൈക്കോടതിയിൽ നിന്ന് വന്ന വിധിയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും അല്ലെ. വീട്ടിലെ പണികൾ ചെയ്യുന്ന പെണ്ണിന് ഓരോ മാസം പൈസ കൊടുക്കണം എന്നാണ്. അങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ
വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അതുപോലെ ഇഹ്ഫദു അസ്റാറൽ ബൈത്ത്, ഭാര്യക്കും ഭർത്താവിനും ഇടയിലുള്ള രഹസ്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ സൂക്ഷിക്കണം എന്നുള്ള. ഇന്ന മിൻ അശദിന്നാസി ഇൻദല്ലാഹി മൻസിലത്തുൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അള്ളാഹിന്റെ അടുത്ത് ഏറ്റവും വലിയ ശിക്ഷ കിട്ടുന്ന ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ അയാൾ തന്റെ ഭാര്യന്റെ അടുത്തേക്ക് പോകുന്നു, അവളെ സമീപിക്കുന്നു, എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ മറ്റുള്ള അതിന്റെ കൂട്ടുകാരോടും മറ്റൊക്കെ കഥകൾ പറയുന്ന പുരുഷൻ ഏറ്റവും വലിയ ശിക്ഷയുണ്ട് എന്നുള്ള. അപ്പൊ അങ്ങനെയുള്ള അവർക്കിടയിലുള്ള രഹസ്യങ്ങള്, അതുപോലെ ഒയൂബുകള്, ന്യൂനതകളൊന്നും മറ്റുള്ളവരോട് പങ്കുവെക്കാൻ പാടില്ല എന്നതാണ്. അതാണ് ഒരു അമാനത്തായിട്ട് ഏൽപ്പിക്കപ്പെട്ട കാര്യം കൂടിയാണ്. അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ഒന്നാണ്, ആരാധനാ കർമ്മങ്ങളിലും ഈ ഒരു അടുപ്പുണ്ടാവണം. ഇജാലുൽ ഇബാദത്ത മുസ്തരിക്കത്തൻ, ഒരുമിച്ച് ഒരേ സമയത്തിരുന്ന് ഒരുമിച്ചിരുന്ന് ഖുർആൻ ഓതുക, അതുപോലെ ഒരുമിച്ചിരുന്ന് ജമാഅത്തായി നമസ്കരിക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുക. റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈലി ഫസല്ല വഅയ്ഖള ഇംറഅതഹു, അല്ലാഹു ഒരു പുരുഷന് കരുണ ചെയ്യുന്നതാണ്. അയാളുടെ സ്വഭാവം പറഞ്ഞത് രാത്രി എഴുന്നേൽക്കും, നിസ്കരിക്കും, തന്റെ ഭാര്യയെയും ഉണർത്തി അവരെ ഒരുമിച്ച് നമസ്കരിക്കും എന്നുള്ള. അപ്പൊ അങ്ങനെ ആരാധനാ കർമ്മങ്ങളിലൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയണം. എട്ടാമത്തത് ആ ചിഹ്നം കണ്ടാൽ നിങ്ങൾക്കറിയാം, ലാ തതകല്ലമു വഖ്തൽ ഗളബ്, ദേഷ്യം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ മൗനം ദീക്ഷിക്കുക, അവരോട് സംസാരിക്കാതിരിക്കുക എന്നുള്ള. അപ്പൊ ലൈസ ശദീദു ബിസ്സുറഅ ഇന്നമ ശദീദുൽ ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, അല്ലേ? നല്ല മസിലുള്ള ആളല്ല യഥാർത്ഥ ശക്തി ഉള്ള ആള്, സ്വന്തം മനസ്സിനെ കോപം വരുന്ന സമയത്ത് നിയന്ത്രിക്കുന്ന ആളാണ്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പ്രവർത്തനങ്ങളോ മറ്റൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് കോപം ക്ഷമിപ്പിച്ചുകൊണ്ട് വുളുവൊക്കെ എടുക്കുക, നിൽക്കുകയാണെങ്കിൽ ഇരിക്കുക, ഇരിക്കുകയാണെങ്കിൽ കിടക്കുക എന്നൊക്കെ അതിന്റെ ഒരു തർത്തീബായിട്ടൊക്കെ പറയുന്നുണ്ട്. അതുപോലെ മുറിവേൽപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രയോഗങ്ങൾ നടത്താതിരിക്കുക, അല്ലെ? അൽ കെലിമതു കത് തുൻസ, നമ്മൾ പറഞ്ഞ വാക്ക് ചിലപ്പോൾ നമ്മൾ മറന്നു പോയിട്ടുണ്ട്, പക്ഷെ അത് കേട്ട ആളുടെ മനസ്സിൽ അത് തബക്ക ജുർഹൻ സനവാത്ത്, വർഷങ്ങളോളം അത് ഒരു മുറിവായി, നിങ്ങൾ എന്നോട് അന്ന് അങ്ങനെ പറഞ്ഞില്ലേ എന്ന് ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞാലും അവര് പരാതി പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുള്ള. അതുകൊണ്ട് കോപം നിയന്ത്രിക്കുക. പിന്നീട് പറഞ്ഞിട്ടുള്ളത് യഅ്തനഉ ബിൽ ഇഫ്ഫത്തി ബൈനക്കും, ഭാര്യക്കും ഭർത്താവിനും ഇടയിൽ ഒരു ഇഫ്ഫത്ത് ഉണ്ടാവുക, അവർക്കിടയിൽ കരുണ കാണിക്കുക, പരസ്പരം ബഹുമാനിക്കുക, ഓരോരുത്തരും മറ്റുള്ള ആളുകളുടെ ചിന്തകളെയൊക്കെ ഉൾക്കൊള്ളുക. ബിറു ഫി ജിഹ്ലത്തി സൗജിയ, ഈ ദാമ്പത്യ എന്ന യാത്രയിൽ നമ്മൾ ക്ഷമ ശീലിക്കണം എന്നതാണ്. അല്ലെ, 1-2 ദിവസങ്ങളുള്ള ഒരു ബന്ധമല്ലല്ലോ, നമ്മൾ നിക്കാഹ് തുടങ്ങി ഇനി മരിക്കുന്നത് വരെ നിലനിൽക്കുന്ന ഒരു ബന്ധമാണ്. അപ്പോൾ അവിടെ വിജയിക്കാൻ കഴിയാൽ മുത്തആഫിരീൻ, പുറത്തു കൊടുക്കുന്ന, അൽ മുത്തഫാഹിമിൻ, പരസ്പരം അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള, സോബിരിൻ, ക്ഷമ ശീലിക്കുന്ന ആളുകൾക്കാണ്. ഫ ഇംസാകുൻ ബിമഅറൂഫ്, അല്ല, ഒരു പെണ്ണിനെ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവളോട് നല്ല രൂപത്തിൽ അവളെ കൂടെ ജീവിക്കണം എന്നാണ്, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ തൊലാഖ് ചെയ്യാവുന്നതാണ് അതിന്റെ ഭാഗം. വസിയത്തുൻ ഖാസ ലിസൗജ, അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ലത്തീഫാവണം, ലോല സ്വഭാവമുള്ള ആളാവണം, റഹീമാവണം, കരുണ കാണിക്കുന്ന ആളാവണം, യുസായിദ് അഹ്ലഹു, വീട്ടിലെ കാര്യത്തിൽ ഭാര്യയെ സഹായിക്കുന്ന ആളാവണം, പുഞ്ചിരിച്ചുകൊണ്ട് അവരെ വരവേൽക്കുന്ന ആളാവണം. പെണ്ണിനോട് പറയുകയാണെങ്കിൽ എന്താണ്, ഖൈറു മതാഇ ദുനിയ അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ ഒരു പെണ്ണായിട്ട് അവൾ മാറണം എന്നുള്ള. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിലൊക്കെ ഈ ഒരു ബന്ധം നന്നാവാൻ വേണ്ടി സ്ഥിരമായി പ്രാർത്ഥിക്കണം. വല്ലാഹുമ അല്ലിഫ് ബൈന ഖുലൂബിന, ഞങ്ങളുടെ മനസ്സുകൾക്കിടയിൽ ഇണക്കമുണ്ടാക്കണേ. വബാരിക് ലന, ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ. ഞങ്ങൾക്കിടയിൽ മവദ്ദത്തും റഹ്മത്തും ഉണ്ടാക്കണേ. വബഅദ് അന്ന അശ്ശൈത്താൻ, പിശാചിനെ ഞങ്ങളിൽ നിന്ന് അകറ്റണേ എന്നൊക്കെയുള്ള പ്രാർത്ഥന ഈ ഒരു ജീവിതത്തിൽ ഉണ്ടാവണം എന്നുള്ള. അതാണ് റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിന വദുർരിയാത്തിന ഖുർറത അയ്യുനിൻ എന്ന സൂറത്ത് ഫുർഖാനിലെ ആ ഒരു ആയത്തിൽ പറഞ്ഞ കാര്യം. അപ്പൊ ഇങ്ങനെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ ഏറ്റെടുത്ത ഒരു ദൗത്യമാണ്. അപ്പൊ അതിനെക്കുറിച്ച് എന്ത് ചെയ്യും, അള്ളാഹുവിന്റെ അടുത്ത് വിചാരണക്ക് വിധേയരാകും എന്നൊരു ചിന്തയോടുകൂടി വാസ്തവത്തായ രൂപത്തിൽ ജീവിക്കുന്ന വിശ്വാസികളാകുമ്പോൾ അവർക്കിടയിൽ എന്തുണ്ടാവും, ഇഫ്ഫത്ത് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മറ്റുള്ള മാർഗങ്ങളിലേക്ക് അവർ വഴിതെറ്റി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ള.